ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ബാർക്കോഴ കേസിൽ കുരുങ്ങി മന്ത്രി കെ ബാബു രാജിവെച്ചു. FIR രജിസ്റ്റർ ചെയ്യണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ തുടർന്ന് രാജി. അപ്പോൾ ഞാൻ ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. രാജി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ കോടിയേരി ഗൂഢാലോചന നടത്തിയെന്ന് ബാബു. രഹസ്യയോഗം നടന്നത് വി ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ. ഗൂഢാലോചനാ സിദ്ധാന്തം തള്ളി ബിജു രമേശ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതിന് മറ്റാരെയും പഴിക്കേണ്ടെന്ന് കോടിയേരി. ബാർക്കോഴ കേസിൽ വിജിലൻസിനെതിരെ കോടതിയുടെ കടുത്ത വിമർശനം. കോടതിയെ മണ്ടനാക്കരുതെന്ന് മുന്നറിയിപ്പ്. വിജിലൻസിന് സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ല. അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ബിജു രമേശിനെതിരെയും അന്വേഷണം. കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടത്തിന് തുടക്കം. ഡിപ്പോ ടെസ്റ്റ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 2016 തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് KMR. ലാവലിൻ കേസിനെ തള്ളിക്കളഞ്ഞ് VS അച്യുതാനന്ദൻ. ലാവലിൻ ഇപ്പോൾ പ്രശ്നമല്ല, പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഭരണപക്ഷ ശ്രമമെന്നും VS. സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടിനെ പിന്തള്ളി കോഴിക്കോട് 1ാമത്. 3ാം സ്ഥാനത്ത് മലപ്പുറം. അപ്പീലുകളുടെ എണ്ണം 800 പിന്നിട്ടു. ബാർക്കോഴ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ ബാബു രാജിവെച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് ബാബു രാജിക്കത്ത് കൈമാറി. താൻ CPIM നേതാക്കളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണെന്ന് കെ ബാബു പറഞ്ഞു. വിജിലൻസ് കോടതി ഉത്തരവ് അസാധാരണമാണെന്ന് കെ ബാബു പ്രതികരിച്ചു. കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകളാണ് കൊച്ചിയിൽ നടന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്തും കൈമാറിയ ശേഷമാണ് കെ ബാബു വാർത്താസമ്മേളനത്തിനെത്തിയത്. കോടതി പരാമർശങ്ങൾ ഉണ്ടായാൽ സാങ്കേതികത്വം പറഞ്ഞ് തുടരാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ കാര്യം ബാബു ഓർമ്മിപ്പിച്ചു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുകയാണ്. കോടതി ഉത്തരവ് കണ്ടിട്ടല്ല, മറിച്ച് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജിവെക്കുകയാണെന്നും ബാബു പറഞ്ഞു. തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് അറിഞ്ഞത് മെട്രോ റെയിലിൻ്റെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. അതിൻ്റെ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് രാജിസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. രാജി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് താൻ. ഡിസംബർ 15 വൈകിട്ട് 7 മണിക്ക് വി ശിവൻകുട്ടി MLAയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു ഗൂഢാലോചന നടന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു. ഇത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്നും കെ ബാബു പറഞ്ഞു. ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ വെച്ചാണ് ഈ ആലോചന നടന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത CPM നേതാവ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ഒരു 4-5 ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹികളുടെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും ടവർ ലൊക്കേഷൻ നോക്കിയാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയും. ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ എന്റെ മാന്യതയുടെ പേരിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് അസാധാരണമാണ്. നിയമപരമായ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കും. എന്നാൽ കോടതി വിധി മാനിക്കുന്നുവെന്നും കെ ബാബു പറഞ്ഞു. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. അതായത് ഒരു അസാധാരണമായ കോടതി വിധിയാണ്. അത്രേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നിയമ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല രാജിവെക്കുന്നത്. നിരപരാധിത്വം തെളിയിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും ബാബു പറഞ്ഞു. വർഷങ്ങൾ നീണ്ട പൊതുപ്രവർത്തന ജീവിതത്തിനിടെ ആരുടെയും പക്കൽ നിന്നും സൗജന്യങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കെ ബാബു കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ബിജു രമേശ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ T സിദ്ദിഖ്, ശ്രീ V സുനിൽകുമാർ MLA, ശ്രീ എലഗൻസ് ബിനോയ് തുടങ്ങിയവർ ചർച്ചയിൽ. ആദ്യം ശ്രീ ബിജു രമേശ്, വി ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ കോടിയേരി ബാലകൃഷ്ണനും താങ്കളും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു കെ ബാബുവിനെതിരെയുള്ള ആരോപണം എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് രാജിവെച്ചതിനൊപ്പം പറഞ്ഞത്. ഞാനൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം വിട്ടിറങ്ങുന്നത്. ശരിയാണോ? ഗൂഢാലോചന നടന്നിട്ടുണ്ടോ?
ബാബുവിൻ്റെ ഇത്രയും നാൾ ഞാൻ പോയി ഗൂഢാലോചന നടത്തിയെന്ന് പറയാത്ത കാര്യം ഇപ്പോഴെങ്ങനെ അങ്ങനെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബാർ ഹോട്ടൽ ഭാരവാഹികൾ പോയി നടത്തിയെന്ന്, ഇന്ന് പറയുന്നു ഞാനും പോയി നടത്തിയെന്ന്. ഞാൻ ഈ പറയപ്പെടുന്ന ദിവസം, എനിക്ക് ആ ദിവസം ഉറപ്പ് പറയാൻ കഴിയുന്ന കാര്യം, ഡിസംബർ മാസത്തിൽ ഞാൻ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. കാരണം എൻ്റെ അച്ഛൻ മരിച്ച് അതിൻ്റെ 41 കഴിയുന്നവരെ ഞാൻ പുറത്തു പോവുകയോ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയോ ഒരു ചാനലിൽ പോലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വിളിച്ചിട്ട് പോലും ഞാൻ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ബാർ വിഷയമല്ല, എൻ്റെ ബിസിനസ് കാര്യങ്ങൾ പോലും നോക്കാതിരുന്ന ഈ സമയത്തിന് എങ്ങനെയാ പറയുന്നത്? അല്ല, ആയിക്കൊള്ളട്ടെ ബിജു രമേശ്, ഈ ഡിസംബർ 14 എന്നുള്ള തീയതി വിടൂ. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് സമ്മതിച്ചു താങ്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് താങ്കൾക്കുണ്ടായിട്ടുള്ള പരാതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന്. ബിജു രമേശ് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വി ശിവൻകുട്ടി MLA സമ്മതിക്കുന്നുണ്ട്. അതേസമയം വി ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ വെച്ച് കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ രണ്ടു പേരും താങ്കൾ ബന്ധപ്പെട്ട വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെയും വി ശിവൻകുട്ടിയുടെയും റോൾ എന്താണ്? ഞാൻ കഴിഞ്ഞ മാസവും ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം അത് ഗൂഢാലോചനയാണോ? ഇവിടെ നടക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏകദേശം 4 വർഷം കൊണ്ട് 954 കോടി രൂപയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ ഈ ഗവൺമെന്റ് പൈസ ഈ ചെലവഴിച്ചേക്കുന്നത്. അതിന് യാതൊരു ഓഡിറ്റുമില്ല. അപ്പോൾ ഈ രീതിയിൽ 940 എന്ന് വെച്ചാൽ 1000 കോടി രൂപയുടെ ഇതാണ് 4 വർഷം കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 1000 കോടി രൂപ 4 വർഷം കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേരിൽ ചെലവഴിച്ച് കളഞ്ഞിരിക്കുന്നത്. അതിന്റെ കുറേ റെക്കോർഡ്സ് കൊണ്ട് ഞാൻ ശിവൻകുട്ടി MLA കൊടുത്തു. അത് അതിനെക്കുറിച്ച് നോക്കാനും ഇത് ഇത്രയും അഴിമതികളാണ് ഇവിടെ നടക്കുന്നത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാർ വിഷയമായി അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, UDF സർക്കാരിലെ കൂടുതൽ മന്ത്രിമാർക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കണം. അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ LDF സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാർ വരുന്ന കാലത്ത് നിങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും. അതായത് പൂട്ടിയ ബാറുകൾ തുറക്കും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞത് ബിജു മാത്രമല്ല, ഞാൻ ഇത് പറയപ്പെടുന്ന ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ പോയിരുന്നും സംസാരിച്ച വിഷയമൊന്നും അല്ലാതെ. ഞാൻ AKG സെന്ററിൽ പോയി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ പോയി സഹാവിനെ പോയി കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ബിജു മാത്രമല്ലേ ഇത് പറയുന്നുള്ളൂ, ബാക്കി എല്ലാവരും കൂടി ഇത് പറയുന്നില്ലല്ലോ. അവരെല്ലാവരും കൂടി ഇത് പറയും, ഈ സത്യാവസ്ഥകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളെ കാര്യത്തിൽ എങ്ങനെ സഹായിക്കാൻ പറ്റും, അപ്പോഴേ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾ കോടതിയിലും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയുക. നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞതിന് ശേഷം ഈ കോടികൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഇതെല്ലാം പൂട്ടിച്ചത് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അപ്പോഴും ആലോചിക്കാമെന്ന്. പക്ഷേ ശ്രീ ബിജു രമേശ്, ഗോകുലം പാർക്കിൽ എറണാകുളത്ത് താങ്കളെ അനുകൂലിക്കുന്ന ബാർ ഉടമകളുടെ യോഗം ചേർന്നപ്പോൾ താങ്കൾ ആ യോഗത്തിൽ പറഞ്ഞത് UDF സർക്കാരിലെ കൂടുതൽ മന്ത്രിമാർക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ LDFന്റെ ഭാഗത്ത് നിന്ന് അടുത്ത തവണ അവർ അധികാരത്തിൽ വരുമ്പോൾ ബാറുകൾ തുറക്കുന്നത് സംബന്ധിച്ച അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് കെ ബാബു പുറത്തുവിട്ടത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇല്ലല്ലോ, ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ആ CD ബാബു തന്നിട്ടുള്ള CD എടുത്ത് ഒന്നുകൂടെ കേൾക്കുക. അങ്ങനെ ഉറപ്പ് ആരും തന്നിട്ടില്ല. അങ്ങനെ അതാണ് കാരണം എന്ന് നമ്മൾ തെളിയിക്കാമെങ്കിൽ, ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബാറുകൾ പൂട്ടിപ്പോയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ, നിങ്ങളുടെ ബാറുകളെ കുറിച്ച് നമുക്ക് പൂട്ടിപ്പോയ സാഹചര്യം ഇതാണെന്ന് തെളിയിക്കാമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അതിന് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നല്ലാതെ തുറന്നു തരാമെന്ന് യാതൊരു വാഗ്ദാനവും എനിക്ക് കിട്ടിയിട്ടില്ല. അതിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വരെ എത്തിയിട്ടുണ്ട്. ഇവരാരെങ്കിലും ഇതുവരെയും ചർച്ചയ്ക്കോ ഇതുവരെ സംസാരിക്കാനോ നമ്മുടെ നേതാക്കൾ അവരാരും വന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ധനേഷ് വരുന്നില്ല, ആരും വന്ന് സംസാരിക്കാനോ അവരുടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതിയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതാണ് അക്കാര്യത്തിൽ താങ്കൾക്ക് നൽകാനുള്ള വിശദീകരണം. തുടരുക, ഈ ചർച്ചയിൽ താങ്കളെ ആവശ്യമുണ്ട് ശ്രീ ബിജു രമേശ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്ന് UDF സർക്കാരിൻ്റെ ഏറ്റവും നല്ല ദിവസമാകേണ്ട ദിവസമാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോയിൽ UDFന്റെ വീഡിയോയിൽ ഏറ്റവും ആദ്യം കാണുക കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി പച്ചക്കൊടി വീശുമ്പോൾ കുതിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ആ ദിവസം തന്നെ അശനിപാതം പോലെ ഇങ്ങനെ ഒരു കോടതി വിധി വരികയും മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ കെ ബാബുവിനെ രാജിവെക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. ബാർ കോഴ വീണ്ടും വലിയ തോതിൽ പിടികൂടിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ. ശ്രീ കെ കരുണാകരൻ മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടം വിട്ടുപോയിട്ടില്ല. അത് ഉമ്മൻചാണ്ടിയെ കൊണ്ടേ പോവുകയുള്ളൂ.
അദ്ദേഹത്തോട് ചെയ്ത എല്ലാ നീചകൃത്യങ്ങൾക്കും അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴാണ് ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നത്. ഇപ്പോൾ കെ എം മാണിയെ അപമാനിച്ച് നാണം കെടുത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഈ ബാർക്കോഴ അപവാദം കൊണ്ടുവന്നത്. അവസാനം അത് ബൂമറാങ്ങായിട്ട് ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ ബാബുവിനും എതിരായിട്ട് വന്നിരിക്കുകയാണ്. ബാബു പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് വാങ്ങിയത്, അല്ലാതെ ബാബു സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയാണ് അതിലെ പ്രധാനപ്പെട്ട പ്രതി, അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി വിജിലൻസിനെ തത്തയാക്കിയത്. വിജിലൻസുകാർ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചു കെ എം മാണിയെ കൊടുക്കാനായിട്ട്, ടവർ ലൊക്കേഷൻ അന്വേഷിച്ച് പോയി, നുണപരിശോധന വരെ നടത്തി. ആ ഘട്ടത്തിലാണ് ബാബുവിനെതിരായിട്ടുള്ള ആരോപണം വരുന്നത്. അപ്പോൾ വിജിലൻസുകാർ പുറകോട്ട് വെച്ചു. വിജിലൻസ് പുറകോട്ട് വെച്ചല്ല, ഞാൻ പറഞ്ഞ പോട്ടെ, രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർക്കുന്നില്ലേ? ബാർക്കോഴ വിഷയത്തിൽ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം. എന്ത് സമ്മർദ്ദം? ആരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം? ബിജു രമേശിൻ്റെ സമ്മർദ്ദമാണോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ സമ്മർദ്ദമാണോ? VSൻ്റെ സമ്മർദ്ദമാണോ? അല്ല, സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകളുടെ സമ്മർദ്ദം. മനോരമയിലും മാതൃഭൂമിയിലും വന്നിരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. മറ്റേ പ്രതിപക്ഷ പത്രങ്ങൾ പോട്ടെ, കെ ബാബുവിനെ കൊടുക്കാനായിട്ട് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു, കെ എം മാണിയെ കൊടുക്കുന്നതിൻ്റെ പുറകിൽ ചെന്നിത്തലയുടെ വക്രബുദ്ധിയാണെന്ന് പേപ്പറിലൊക്കെ വന്നില്ലേ? അത് ഗ്രൂപ്പുകാരെ ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞു, നിയമസഭാ കക്ഷി യോഗത്തിൽ പറഞ്ഞു. രമേശിനെതിരെ കടുത്ത ആരോപണം. സ്വന്തം പാർട്ടിക്കാരനായ എതിർ ഗ്രൂപ്പുകാരനായ ബാബുവിനെ കൊടുക്കാൻ രമേശ് ഗൂഢാലോചന നടത്തുന്നു, രമേശും വാഴക്കനും കൂടി ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പേപ്പറിൽ വന്നു. അജയ് തറയിലിനെ നിങ്ങൾ വിളിച്ചു ചോദിക്കൂ, അജയൻ പറഞ്ഞു ഓർക്കില്ലേ? ഈ മന്ത്രിസഭയുടെ ഇമേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാനലിൽ ചർച്ച കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ വിളിച്ച് നിങ്ങൾ എന്ത് ഊളത്തരമായി പറയണമെന്ന് വിളിക്കും, പാർട്ടിക്കാർ വിളിച്ചു ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അജയനെ ക്ലിപ്പിട്ടു. പിന്നെ അജയൻ വളരെ കാലത്തേക്ക് ചർച്ചയ്ക്ക് വന്നില്ല. ഏതോ ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റ് വരെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പന്തളം സുധാകരനോട് ചോദിക്കൂ, പന്തളവും പറഞ്ഞില്ലേ, അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ ഇത്. ഈ ഇപ്പോൾ പുറത്ത് വന്ന അഴിമതി വെച്ചാൽ നിസ്സാരമാണ്, 10 കോടിയല്ല. വിഴിഞ്ഞം പദ്ധതിയിൽ എത്ര കച്ചവടം അറിയുമോ? 600 കോടിയാണ്. ആ തരത്തിലുള്ള അത് അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല. അപ്പോൾ ഇതുപോലെ വലിയ കൊള്ള നടത്തുമ്പോൾ ഈ വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ട് വരണമെന്ന് പറയും. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത് വേലി സ്ഥിരമായിട്ട് ചാടിക്കൊണ്ടിരിക്കരുത്, ഒരു കോല് പള്ളക്ക് കുത്തി കയറി. അതാണ് റൈറ്റ്. അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. ശ്രീ VS സുനിൽകുമാർ, ബാർക്കോഴയുടെ രണ്ടാമത്തെ ഇരയാണ്. ആദ്യം കെ മാണി, പിന്നീട് കെ ബാബു. ഇവിടെ പക്ഷേ ഒരു കോടതി പരാമർശം വന്നപ്പോൾ കടിച്ചു തൂങ്ങാൻ നിൽക്കാതെ മുൻപ് ഞാൻ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ ബാബു രാജിവെക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം? അദ്ദേഹം ഈ നടപടി, ഉചിതമായ നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ പൊതുസമൂഹത്തിൽ നിന്ന്? അല്ല, ഇത് കെ ബാബു രാജിവെച്ചത് നല്ല കാര്യമാണ്. കാരണം കടിച്ചു തൂങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം കൂടുതൽ അപകടത്തിലേക്ക് ഇത് ചെന്നെത്തുമെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അത് രാജിവെച്ചതോടുകൂടി ഇത് വളരെ ഗൗരവമായിട്ടൊരു വിഷയമായിട്ട് വീണ്ടും മാറുകയാണ്. രാജിവെക്കുന്നതോടുകൂടി പ്രശ്നം അവസാനിക്കുകയല്ല. ഈ രാജി ഒരു ചീട്ടുകൊട്ടാരം വീഴുന്നത് പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ പൂർണ്ണമായിട്ടുള്ള രാജിയിലേക്ക് എത്തിച്ചേരും. കാരണം ഇവിടെ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ച പോലെ കെ ബാബു കൈക്കൂലി വാങ്ങി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ മറ്റു പല പ്രഗത്ഭന്മാരും പ്രഗമനന്മാരും അടക്കമുള്ള ആളുകൾ ഉണ്ടാകും എന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. അപ്പൊ ആ നിലയിലേക്ക് വരുമ്പോൾ ഇതിന്റെ വഴി ഇനി എത്തിച്ചേരാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിലേക്ക് തന്നെയായിരിക്കും. കാരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ടപ്പോൾ ബിജു രമേശ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഈ മന്ത്രിമാർക്ക് പണം കൊടുക്കാൻ പോയതെല്ലാം ഉമ്മൻചാണ്ടിയോടുകൂടി പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ്. അപ്പോൾ ഈ പണം കൊടുത്ത കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അത് എത്തിച്ചേരും സ്വാഭാവികമായിട്ടും കെ എം മാണിയിലേക്കും ബാബുവിലേക്കും മാത്രമല്ല 27 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ടെന്നും ആ പിരിച്ച തുക എവിടെ പോയി എന്നും അന്വേഷിക്കാത്തിടത്തോളം കാലം ഇനി ഒരു CBI എൻക്വയറിയുടെ ഫയല് ഇവിടെ ഹൈക്കോടതിക്ക് എടുക്കുകയാണ്. അതുകൂടെ വരുന്നതോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാർക്കെതിരെയും ഈ വിധി വരാൻ പോവുകയാണ്. ഈ രാജി എന്ന് പറയുന്ന വിധിയിലേക്ക് എത്തിച്ചേരും. പല ആളുകൾക്കും അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്ന കള്ളക്കഥ അത് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ആർക്കെതിരെയും ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിയമപരമായും സമരങ്ങളിലൂടെയും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് ഗൂഢാലോചനയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു അഴിമതി നടത്തിയതിനെ മൂടിവെക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ശരി, അതാണ് ആ കാര്യത്തിലെ നിലപാട്. തുടരുക. ടി സിദ്ദിഖ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2.5 മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് അഴിമതി കേസിൽ കുടുങ്ങിയ കോൺഗ്രസ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്.
ഈ മന്ത്രിസഭയിൽ നിന്ന് ഇതേ സംഭവത്തിലെ രണ്ടാമത്തെ രാജി. വലിയ പ്രതിരോധമല്ലേ UDF-നെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിനെ എങ്ങനെ മറികടക്കും? സൗണ്ടില്ല. ഷിറ്റി സിദ്ദിഖ് കേൾക്കാമോ? ഷിറ്റി സിദ്ദിഖ് കേൾക്കാമോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. സാങ്കേതികമായ തകരാറാണ്. അത് പരിഹരിച്ച് താങ്കളിലേക്ക് വരാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ പക്ഷേ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ബാബു രാജിവെക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാർ ഉടമകളും ഇടതുപക്ഷവും തമ്മിലുള്ള ഗൂഢാലോചനയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാറുകൾ തുറന്നു തരാം, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കൂ എന്നുള്ള ഒരു പ്ലോട്ട്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും ഞങ്ങളുടെ അബ്കാരി പോളിസി എന്ന് നിങ്ങൾ ഇപ്പോൾ ഒന്ന് പറയൂ, ബാറുകൾ തുറക്കുമോ ഇല്ലയോ എന്നൊന്ന് പറയൂ എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം മറുപടി പറഞ്ഞു പോകേണ്ടേ? അല്ല, ഇതിപ്പോൾ ഇടതുപക്ഷവും മന്ത്രി ബാബുവും തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. തൃശ്ശൂർ വിജിലൻസ് ജഡ്ജിയല്ല അദ്ദേഹത്തിനെതിരെ ഉത്തരവിട്ടത്, അല്ലാണ്ട് കോടിയേരി ബാലകൃഷ്ണനാണോ? കോടിയേരി ബാലകൃഷ്ണനാണ് ബാബുവിനോട് രാജിവെക്കാൻ ഉത്തരവിട്ടതെന്ന് പറഞ്ഞാൽ ശരിയാണ്, ആ പറഞ്ഞതിന് ന്യായമുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ള ആരാ? കോടതിയാണ് ഉത്തരവിട്ടുള്ളത്. ആ ജഡ്ജി മാർസിസ്റ്റുകാരനായതുകൊണ്ടാണോ? CPI-കാരനായതുകൊണ്ടാണോ? അദ്ദേഹവും ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഗൂഢാലോചനയിൽ ജഡ്ജിക്ക് പങ്കുണ്ടോ? പറയട്ടെ ബാബു അത് പറയും. ഇനി അടുത്തായിട്ട് പറയും വിജിലൻസ് ജഡ്ജി പഠിക്കുന്ന കാലത്ത് SFI-കാരനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മായച്ചൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓർഡർ ഇട്ടതെന്ന് പറയും. എന്നിട്ട് ആ ജഡ്ജിയുടെ വീട്ടിലേക്ക് പന്നക്കൊളുത്തി പ്രകടനം നടത്തട്ടെ. അതല്ലേ പറയേണ്ടത്. ഗൂഢാലോചന നടത്തിയത് കോടതിയുമായിട്ടല്ല, അല്ലാണ്ട് നമ്മളാരെങ്കിലുമായിട്ടാണോ? അല്ല, അതിൽ ഗൂഢാലോചന എന്ന ആരോപണം ഇല്ലെങ്കിലും കോടതി മുൻപിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് എന്ന വിമർശനം ഇപ്പോൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ വിജിലൻസിനോട് ആവശ്യപ്പെടുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തുന്നില്ല. അതിന് 1 മാസം കൂടി സമയം വിജിലൻസ് ആവശ്യപ്പെടുന്നു. ആ വിജിലൻസിന് ആ സമയം നൽകാതെയാണ് കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അതാ പറഞ്ഞത്. ഇനി ഇതിലും വലിയ ആരോപണങ്ങൾ ഉടനെ വരും. ആ ജഡ്ജി LLB പരീക്ഷ MM ഹസനെ പോലെ കോപ്പി അടിച്ച് പാസ്സായ ആളാണ്, അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ല, PSCയെ പറ്റിച്ചാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയതെന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ഈ മാളത്തിൽ പുകകേറിയ എലിയുടെ അവസ്ഥയിലാണ് ബാബു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ. ഞാനിപ്പോൾ I ഗ്രൂപ്പിൻ്റെ പല ആൾക്കാരായിട്ട് സംസാരിച്ചു, അവർക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രമേശ് ചെന്നിത്തലയാണോ അതോ VM സുധീരനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും പറയാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷമാണ് കോൺഗ്രസ് വൃത്തങ്ങളിലുണ്ടായിട്ടുള്ളത്. കാരണം ഇത് അഴിമതി കളവ് തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖ്, അഴിമതി കേസിൽ കുടുങ്ങി കോൺഗ്രസ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. രാഷ്ട്രീയമായി വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ടല്ലോ, അതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്ര തൊട്ടടുത്ത് എത്തി നിൽക്കെ നിങ്ങൾ ഇതിനെ എന്ത് പറഞ്ഞാണ് നേരിടുക? ഒന്ന്, അഴിമതി കേസിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഴിമതി തെളിയിക്കപ്പെട്ട് രാജിവെക്കുന്നതും അതേസമയത്ത് അഴിമതി തെളിയാതെ ഗൂഢാലോചനയിൽ കുടുങ്ങി രക്തസാക്ഷിയാകേണ്ടി വരുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഇവിടെ മദ്യലോബി വളരെ പവർഫുള്ളാണ്. ആരാ? ബിജു രമേശ്. നമുക്കറിയാലോ, 9-10 ബാറ്, ഒരു വർഷം 15-20 കോടി രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മദ്യരാജാവ്, മാഫിയ. ഈ കക്ഷിയുടെ കൂടെ ഇടതുപക്ഷവും കൂടി നടത്തിയതായ ഒരു വലിയ ഗൂഢാലോചനയാണ് ഈ ഇവിടം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ നേരത്തെ പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ ആണോ ഈ വിധിന്യായം പുറപ്പെടുവിച്ചത് എന്ന് ഇടയ്ക്ക് വെച്ച് അല്പം ചിലപ്പോൾ കേട്ട സന്ദർഭത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അതല്ല, കോടിയേരി അടക്കം പങ്കെടുത്തതായ യോഗത്തിൽ ഡിസംബർ മാസം 15-ാം തീയതി രാത്രി എടുത്തതായ ശിവൻകുട്ടിയുടെ വീട്ടിലെടുത്തതായിരിക്കുന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള മന്ത്രിമാർക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാനുള്ള തീരുമാനം. അങ്ങനെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതിന്റെ പിറ്റേന്ന് ബാബു രാജിവെച്ചിരുന്നുവെങ്കിൽ ശരി, ഈ വാദം അംഗീകരിക്കാമായിരുന്നു. ഇവിടെ പക്ഷേ കോടതിയാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇവിടെ FIR രജിസ്റ്റർ ചെയ്ത ഒരു അന്വേഷണം നടത്താനുള്ള മെറ്റീരിയൽ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായിട്ടായിരിക്കുമല്ലോ കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകുക. ഇത് കേവലമായ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചതിന്റെ വിഷയമേ അല്ല, മറിച്ച് എങ്ങനെയാണ് KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ. അതുപോലൊരു ബോധ്യം ബാബുവിന്റെ കേസിലുമുണ്ട്.
അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിലാഷോട് തിരിച്ചൊന്ന് ചോദിക്കുന്നു. കോടതിയുടെ മുമ്പിലുള്ളതായിരിക്കുന്ന ബോധ്യം എന്താ? കോടതിയുടെ മുമ്പിലുള്ളതായിരിക്കുന്ന മെറ്റീരിയൽ എന്താ? വട്ടക്കുളത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഇന്നുള്ളതായിരിക്കുന്ന റിപ്പോർട്ട് എന്താ? ക്യൂവിയുടെ റിപ്പോർട്ടുണ്ടോ? ഏതെങ്കിലും അപോൽപരമായിട്ടുള്ള പുതിയതായിരിക്കുന്ന വല്ല തെളിവും വന്നിട്ടുണ്ടോ? ഒരു തെളിവും വന്നില്ല. നേരത്തെ ഉള്ളത് ഒരൊറ്റ റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെയാണല്ലോ സിദ്ദിഖ് കോടതിക്ക് ഇങ്ങനെ ഒരു ഉത്തരവിടേണ്ടി വന്നത്. കോടതി സിദ്ദിഖ് കോടതി വിജിലൻസിനോട് ഒരു QV നടത്താൻ ഉത്തരവിടുന്നു. വിജിലൻസ് വന്നിട്ട് അറിയിക്കുകയാണ്, ഇനിയും ഞങ്ങളെ സംബന്ധിച്ച് സമയം ആവശ്യമുണ്ട്, ഇതുവരെ റിപ്പോർട്ടൊന്നും തയ്യാറായിട്ടില്ല എന്ന്. അത് കണ്ടാണ് കോടതി കൃത്യമായി ആ ഉത്തരവ് താങ്കൾ വായിച്ചതാണല്ലോ. നിങ്ങൾക്ക് 1 മാസത്തെ സമയം തന്നു, ഇനിയും 1 മാസം കൂടി കിട്ടിയാലും ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ബോധ്യമുണ്ട്. വിജിലൻസിനോട് ക്യൂവിക്ക് കോടതി ഉത്തരവിട്ടതിന് ശേഷം പരമാവധി ഇത് നീട്ടിക്കൊണ്ടു പോവുക, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പൊന്ന് കഴിയുക എന്നുള്ള നിലയിൽ വിജിലൻസിനെ ഉപയോഗിച്ചാൽ പിന്നെ കോടതി എന്ത് പറയണം? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാകാം. ഞങ്ങൾക്ക് ഈ കേസിൽ തെരഞ്ഞെടുപ്പ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഇതെല്ലാം സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുള്ളതായിരിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇപ്പൊ വന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷവും മദ്യലോബിയും തമ്മിലുള്ള ടൈപ്പ് കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ചർച്ച. 2, ഇടതുപക്ഷത്തിന്റെ മദ്യനയം എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ ചർച്ച. അവർ വന്നാൽ ഈ പൂട്ടിയ ബാറുകൾ തുറക്കുവോ എന്നുള്ളത് മൂന്നാമത്തെ ചർച്ച. അതിനൊക്കെ കേരളം കടക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വിജിലൻസ് കോടതിയുടെ മുമ്പിൽ ഒരൊറ്റ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഒരു തെളിവില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് കോടതി ഇങ്ങനെ പറഞ്ഞു? അപ്പോഴാണ് അഭിലാഷിന്റെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് സമയം നീട്ടി ചോദിച്ചു? ആണല്ലോ, സമയം നീട്ടി ചോദിച്ചാണല്ലോ പ്രശ്നമായത്. എങ്ങനെ സമയം നീട്ടി ചോദിക്കാതിരിക്കും? ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലളിതകുമാരി കേസാണെങ്കിലും അനിൽകുമാർ വേഴ്സസ് അയ്യപ്പദാസ് ആണെങ്കിലും ഈ കേസുകളിലൊക്കെ സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ നിരീക്ഷണം ഒരു പൊതുപ്രവർത്തകനെതിരെ അബ്ഡക്ഷൻ കേസാണെങ്കിലും അതുപോലെ പബ്ലിക് സർവൻസിനെതിരായിട്ടുള്ള കേസാണെങ്കിലും ഈ കേസുകളിലൊക്കെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻക്വയറി നടത്തണം. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ FIR-ലേക്ക് പോകാൻ പറ്റൂ. കേസിന്റെ മർമ്മം, ലളിതകുമാരി കേസിന്റെ മർമ്മം ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായാൽ FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണല്ലോ. ഇവിടെ കെ മാണിയുടെ കാര്യത്തിൽ അത് ഉണ്ടായി, കെ ബാബുവിന്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല ഷിറ്റി സിദ്ദിഖ്. അതിന് പകരം 1997 വിജിലൻസ് അവസാനിപ്പിച്ച പ്രിലിമിനറി എൻക്വയറി എന്ന സമ്പ്രദായം ഉണ്ടാകുന്നു. കെ ബാബുവിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് തയ്യാറാകുന്നു. ആ PE-യുടെ റിപ്പോർട്ടല്ലേ ഇന്നും കോടതിയുടെ മുമ്പിലുള്ളൂ. എന്നിട്ടും കോടതി എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് എന്നുള്ളതാണല്ലോ സംശയം. കോടതി ഉത്തരവിൽ അത് വളരെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. കോടതി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിടുന്നു. 1.5 മാസം അതിനു മുകളിൽ വിജിലൻസ് കളയുന്നു, പാഴാക്കുന്നു. ഒരു റിപ്പോർട്ടുമില്ല. ഈ വിജിലൻസ് സംവിധാനത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് കോടതിക്ക് തോന്നുന്നു. കർശനമായ നിർദ്ദേശം നൽകുകയാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ. കോടതിക്ക് അതല്ലേ പറ്റൂ. ഒന്ന്, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-യിലാണെങ്കിലും അനുബന്ധ കേസിലാണെങ്കിലും ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളതായിരിക്കും നിയമം അനുസരിച്ച് നമ്മുടെ വിജിലൻസുമായി ബന്ധപ്പെട്ട് QV എന്നുള്ളത് നമ്മുടെ ഒരു ഇന്റേണൽ യൂസേജ് ന്യായത്തിൽ വരുന്ന ടൈമല്ല. അല്ല, ഒരു മിനിറ്റ്, അതായത് ഈ സിദ്ദിഖ് ഈ കോടതിക്ക് എന്താണ് റിപ്പോർട്ട് എന്നാണല്ലോ ഇപ്പൊ സിദ്ദിഖ് ചോദിച്ചത്. ഞാൻ സിദ്ദിഖിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന എൻക്വയറി നടത്തി ആ റിപ്പോർട്ട് കോടതിക്ക് കാത്തു കൊടുത്തു. അതിനുശേഷം ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി വിജിലൻസ് കോടതി ഉത്തരവിട്ടതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ വിജിലൻസ് തന്നെ ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ FIR ഇട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിന് FIR ഇടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് വസ്തുതകൾ നിരത്തിക്കൊണ്ട് കള്ള സത്യവാങ്മൂലം നിങ്ങൾ കൊടുത്തില്ലേ? ആ സത്യവാങ്മൂലം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട എന്തായിരുന്നു? ഈ വിജിലൻസ് കോടതിയിലെ വിധി പ്രകാരം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെരിഫിക്കേഷൻ നടപടി എന്താണെന്ന് അറിയട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ വിജിലൻസിന്റെ ഡയറക്ടർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് കെ ബാബുവിനെതിരെ കേസെടുക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറയാണ്. അതേ സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോടതിക്ക് വളരെ വ്യക്തമല്ലേ? ഈ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഉഡായിപ്പ് വെരിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാമാന്യ ബുദ്ധി മാത്രം പോരെ സിദ്ദിഖ്? അപ്പൊ കോടതി പ്രവർത്തിക്കുന്നത് കെ ബാബുവിന്റെയും ഉമ്മൻചാണ്ടിയുടെയും തീട്ടൂരനുസരിച്ചല്ല.
അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ VS സുനിൽകുമാർ പറയുന്ന അനുസരിച്ചല്ല കോടതി പ്രവർത്തിക്കുന്നത്. കോടതി പ്രവർത്തിക്കുന്നത് നിയമത്തിന്റെ അനുസരിച്ചാണ്. നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ ബെഞ്ചിന്റെ വിധിക്കകത്ത് പറയുന്നത് കൊഗ്നൈസബിൾ ഒഫൻസ് അന്തർലീനമായിരിക്കുന്ന ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് 2 കേസിൽ മാത്രമേ 42 ദിവസത്തോളം വരുന്ന അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. അല്ല നിങ്ങൾക്ക് തോന്നിയതുപോലെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ ഇത്ര നാൾ അന്വേഷിച്ചിട്ടും നിങ്ങൾ അതനുസരിച്ച് നടപടി സ്വീകരിക്കാതിരുന്നാൽ കോടതി ഇടപെട്ട് എഫ്ഐആർ ഇടേണ്ടി വരും. അത് എത്ര കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ചാനൽ തന്നെ ഞാനടക്കം Enquiry was ordered on 9/12/2015. Today it is 23/1/2016. No result what the name has come out after a lapse of 1.5 month. 1.5 മാസം കഴിഞ്ഞു കോടതി ഉത്തരവിട്ടിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. ഇനിയും ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് കോടതിക്ക് ഇങ്ങനെ ഒരു ഉത്തരവിടേണ്ടി വന്നു. ഒന്ന് ആ പറയുന്നതിൽ ഒരടിസ്ഥാനമില്ല. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കല്ല. ഒരു പൊതുപ്രവർത്തകനെതിരെ FIR ഇടണമെങ്കിൽ ഒരു എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റൂ. ആ എൻക്വയറിയിൽ ഇത് ക്ലിയർ ആണെങ്കിൽ FIR ഇടണം. അതല്ലെങ്കിൽ എൻക്വയറി റിപ്പോർട്ട് ആകെ ഉള്ളത് ഒരു പ്രിലിമിനറി എൻക്വയറി മാത്രമാണ്. മറ്റ് QV റിപ്പോർട്ട് വന്നില്ല. എന്തുകൊണ്ടാണ് QV റിപ്പോർട്ട് വരാത്തത്? അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇവിടെ കോടതിയുടെ പരാമർശം മാത്രം പോരാ, കോടതിയുടെ വിധിന്യായം പരിശോധിക്കപ്പെടണ്ടേ? സുനിൽക്ക് പറയാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. സുനിൽ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ഒന്ന്, എന്തുകൊണ്ടാണ് രമേശ് എന്ന് പറഞ്ഞ പോലീസ് DYSP ആണ് ഈ കേസ് അന്വേഷിച്ചത്. രമേശ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കേരളത്തിൽ സുനിൽകുമാർ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു രമേശ് കൊള്ളരുതാത്തവനാണ്, കുഴപ്പക്കാരനാണ്. അയാളെ വീണ്ടും ചുമതലപ്പെടുത്തിയപ്പോൾ അയാൾ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഒഴിവാക്കി. ഇപ്പൊ പ്രസന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിശാന്തിനി അവര് വന്നത് എന്ന 1-ാം തീയതി അവർ 1-ാം തീയതി വന്നു. വന്നതിന് ശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതി പറയുന്നു എൻക്വയറി റിപ്പോർട്ട് ഞങ്ങൾക്ക് നിർബന്ധമായി ഹാജരാക്കണം. അവർക്ക് അവരുടെ മുമ്പിൽ എൻക്വയറി റിപ്പോർട്ട് ഹാജരാക്കണ്ടേ? ഹാജരാക്കി. തിരുവനന്തപുരത്തെ അതുപോലെ തന്നെ ലോകായുക്ത പറയുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പിൽ എല്ലാ റെക്കോർഡ്സും കൊടുത്തു, ഒറിജിനൽ. അതിന്റെ കൂടെ എൻക്വയറി റിപ്പോർട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു. അതിന്റെ കൂടെ തിരുവനന്തപുരം ലോകായുക്തയിൽ എൻക്വയറി റിപ്പോർട്ടിന്റെ ഒറിജിനലും. ഇത് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുമ്പോ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഇത് പഠിക്കണ്ടേ? പരാതിക്കാരന്റെ തെളിവെടുത്തു, മറ്റുള്ളതായിരിക്കുന്ന ആളുകളുടെ തെളിവെടുത്തു. ഈ എൻക്വയറി റിപ്പോർട്ടും തെളിവുകളും നിലവിലുള്ളത് ക്ലിയറായി അന്വേഷണം പുരോഗമിക്കാൻ ഇടയ്ക്കിടപെടല്ലേ നടത്താൻ ഇതൊക്കെ എങ്ങനെയാണ് തടസ്സമാകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. താങ്കൾ വിശദീകരിച്ചാൽ മതി. QV എന്ന് പറഞ്ഞാൽ ക്വിക്ക് വെരിഫിക്കേഷൻ എന്നാണല്ലോ. അത് ഒരുപാട് സമയമെടുത്ത് വിശദമായി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കലല്ല. ഒന്ന്, ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിലും നേരത്തെയുള്ളതായിരിക്കുന്ന റിപ്പോർട്ട് അതിനാവശ്യമായിട്ടുള്ള നേരത്തെ കളക്ട് ചെയ്തിരിക്കുന്ന തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നേരത്തെ ഉള്ളതായിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയതായിരിക്കുന്ന ഇവർക്ക് വല്ല കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ടോ? ഏത് തെളിവ് നൽകാൻ വരുന്ന ഈ പരാതികൾ പറയുന്ന ആളുകൾ വല്ലതായിരിക്കുന്ന കോൺട്രഡിക്ഷൻ പറയുന്നുണ്ടോ? ശരി, എവിടെയെങ്കിലും സാക്ഷി വ്യത്യാസം തെളിവുകൾ വല്ലതുണ്ടോ? ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. ഉത്തരവിട്ട കോടതി ആ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കാത്തിരിക്കാതെ FIR ഇടാൻ നിർദ്ദേശം നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നത് കോടതിക്ക് ഈ അന്വേഷണ ഏജൻസി ചോദിച്ച സമയം കൊടുക്കാനുള്ള ബാധ്യതയില്ലായിരുന്നു. അല്ല അഭിലാഷ്, വേണ്ട ഒരാഴ്ച ചെറിയ സമയം കൊടുക്കട്ടെ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാജരാക്കണമെന്ന് പറയട്ടെ. ഇത് നിയമത്തിന് മുമ്പിൽ നിൽക്കുന്ന ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാമല്ലോ. അല്ല സിദ്ദിഖ് കേക്കൂ, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം എടുത്ത് വായിച്ചാൽ മതി. ആ പ്രസംഗം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം
ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന കാര്യം രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ഈ സ്ത്രീ പീഡന കേസും, ഒന്ന് അതുപോലെ തന്നെ അഴിമതി കേസും, പൊതുപ്രവർത്തകന്മാർക്കെതിരെ അഴിമതി കേസ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. 42 ദിവസം വരെ അന്വേഷിക്കാൻ കഴിയുള്ളൂ. ആ ക്യുക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ വെരാസിറ്റി പരിശോധിക്കേണ്ട കാര്യമില്ല. ആ പരാതിക്കകത്തുള്ള കൊഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച കാര്യം മാത്രം പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. അത് പരിശോധിച്ച് 42 ദിവസത്തെ FIR ഇടണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. സദാശിവം നമ്മുടെ ഗവർണർ അധ്യക്ഷനായിട്ട് ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി വന്നതിനെ തുടർന്നാണ് KM മാണിക്കെതിരെ FIR ഇട്ട് എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു. അതിന്റെ അർത്ഥം KM മാണി കുറ്റക്കാരനാണെന്നോ KM മാണിക്കെതിരെ തെളിവുണ്ടെന്നോ അർത്ഥമില്ല. കോടതിയുടെ വിധിയാണ്. ആ വിധി അനുസരിച്ചാണ് ഞാൻ ഈ കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോ ഓഫ് ലാൻഡ് നിലനിൽക്കുന്നിടത്തോളം കാലം എന്നെ സിദ്ദിഖേ FIR ഇടാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയാൽ കോടതി ഇതുപോലെ ഉത്തരവിടും. ശരി, അതിനുള്ള മറുപടിക്ക് സിദ്ദിഖിന് അവസരം തരാം. ആൾക്കാർ അറിഞ്ഞിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിടുന്നത്. നോക്കൂ, കേസിന്റെ മെറിറ്റ് എന്താണ് എന്ന് പരിശോധിക്കാതെ, പ്രാഥമികമായി അതിന്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് പോലും പരിശോധിക്കാതെ കോടതിക്ക് അങ്ങനെ FIR ഇടാൻ ആവശ്യപ്പെടാൻ സാധിക്കുമോ? അതൊരു ശരിയായ നടപടിയാണോ? അല്ല, കോടതിക്ക് അങ്ങനെ FIR ഇടാൻ അധികാരമില്ലെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, എന്തുകൊണ്ട് ബാബു രാജിവെച്ചു? ബാബുവിനോട് രാജിവെക്കാൻ ജഡ്ജി പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് KM മാണിയെപ്പോലെ ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചാർജ് കൊടുത്താലും ഞാൻ രാജിവെക്കില്ല എന്ന് വാശി പിടിച്ച് നിൽക്കാമായിരുന്നു. ഒന്ന്. രണ്ട്, KM മാണിക്കെതിരെ കോടതി പരാമർശം ഉണ്ടായപ്പോൾ ആ സെക്കൻഡിൽ രാജി ആവശ്യപ്പെട്ട ആരാണ്? കോടിയേരി ബാലകൃഷ്ണനേക്കാളും പിണറായി വിജയനേക്കാളും മുമ്പ് രാജി ആവശ്യപ്പെട്ടത് കോൺഗ്രസ്സുകാരായ TN പ്രതാപനും VD സതീശനുമാണ്. ആ കാര്യത്തിൽ സിദ്ദിഖിന് പോലും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. പിണറായി വിജയനേക്കാൾ മുമ്പ് രാജി ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഡിക്റ്റേഷൻ പൂർത്തിയാവണേക്ക് മുമ്പ് രാജി ആവശ്യപ്പെട്ടത് KPCCയുടെ പ്രഗത്ഭനായ വൈസ് പ്രസിഡന്റ് ശ്രീ VD സതീശൻ നിയമജ്ഞനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടു, TN പ്രതാപൻ ആവശ്യപ്പെട്ടു, മാണി രാജിവെച്ചേ തീരൂ എന്ന് പറഞ്ഞു. അപ്പോൾ മാണിക്ക് ഒരു തത്വവും ബാബുവിന് വേറൊരു തത്വവും ആകാൻ കഴിയില്ലല്ലോ. കോടതി പരാമർശം ഉണ്ടായി, ബാബു രാജിവെച്ചു. കോടതി പരാമർശം ഉണ്ടായി, കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചു, KM മാണി രാജിവെക്കേണ്ടി വന്നു. രാജി ആവശ്യപ്പെട്ടത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ കോടതി പരാമർശം ഉണ്ടായി. എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഈ നാട്ടിൽ എന്താണ് നടന്നത്. ബാറിൻ്റെ കാര്യത്തിൽ, മദ്യനയത്തിൽ എന്തായിരുന്നു നയം, എന്തായിരുന്നു നടപടി, എന്തായിരുന്നു അതിൻ്റെ വരുമാനം, ഇതൊക്കെ പലതവണ നമ്മൾ പറഞ്ഞാണ്. ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ സിദ്ദിഖിന് പറയാറുന്നില്ലേ? സിദ്ദിഖ് ഒരു വക്കീലല്ലേ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്. നിങ്ങൾക്ക് പറയാറുന്നില്ലേ ബാബു ചേട്ടാ രാജിവെക്കല്ലേ, കോടതിക്കെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം നമ്മളെ സഹായിക്കുന്നു പറയാറുന്നില്ലേ? അതുമായിട്ട് പോയെങ്കിൽ നിർഗന്ധലക്കിട്ട് കിട്ടിയാനെ. ബാബുവിന് കുറച്ചെങ്കിലും പകുതിരിപ്പുള്ളുണ്ട്, പെട്ടെന്ന് രാജിവെച്ചു. അതുമായിട്ട് ഹൈക്കോടതി പോയിരുന്നെങ്കിലേ മുഖം ഛായ മാറിപ്പോയേനെ. അങ്ങനെയാണോ ശ്രീ T സിദ്ദിഖ്? ഇത് നിലനിൽക്കാത്ത വിധിയാണ് എങ്കിൽ, ഇത് അന്യായമായ വിധിയാണ് എങ്കിൽ എന്തിന് രാജിവെച്ചു? മണിക്കൂറുകൾക്കുള്ളിൽ K ബാബു എന്തിന് രാജിവെച്ചു? ഒന്ന്, ബാബു ജയശങ്കർ, ബഹുമാനപ്പെട്ട പ്രിയ സ്നേഹിതൻ ജയശങ്കർ ഇവിടെ പറയുന്നത് പോലെയുള്ളതായിരിക്കുന്ന കഥാപാത്രം അല്ല. അത് കേരളത്തിൽ അദ്ദേഹത്തെ അറിയുന്ന തൃപ്പൂണിത്തറക്കാർക്കും അറിയാം, പൊതുപ്രവർത്തകർക്കും അറിയാം, അരിയാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാം, ബാബു വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയട്ടെ ഇടയ്ക്ക് കയറില്ല. നിങ്ങളെ ആളുകളെ പറ്റി ദുഷിപ്പൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. രണ്ടാമത്തെ കാര്യം, ബാബു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ ഒരു പരാമർശം വന്നാൽ ഞാൻ അവിടെ നിർബന്ധമായും ടെക്നിക്കലായി സാങ്കേതികം പറഞ്ഞ് തൂങ്ങി നിൽക്കില്ല, ഞാൻ രാജിവെക്കുമെന്ന് ബാബു പറഞ്ഞതാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവനാണ് ബാബു. അതുകൊണ്ട് തന്നെയാണ് ബാബു രാജിവെച്ചത്. ബാബുവിന് നാളെ ഇത് നിയമത്തിന്റെ ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയമായി ബാബു തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ബാബുവിനും സംശയമില്ല, മലയാളികൾക്കും സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ബാർ കേസിൽ എന്താണ് നടന്നത് എന്ന് മലയാളികൾക്ക് അറിയാമെന്ന് ശ്രീ ജയശങ്കർ ഇവിടെ സൂചിപ്പിച്ചു. മലയാളികൾക്ക് നല്ലപോലെ അറിയാം എന്താ നടന്നതെന്ന്, ബാബു എന്തൊക്കെ ചെയ്തു എന്നുള്ളതും അറിയാം. സുനിൽകുമാറിന്റെ ഭരണകൂടം തുടങ്ങാനിരുന്ന 14 ബീവറേജസ് അഭിലാഷ ഇടയ്ക്ക് കയറി ഇടപെടരുത്. ബാബു ഇന്ന് രാജിവെച്ച ദിവസമായതുകൊണ്ട് ഇത് പറയാൻ അനുവദിക്കണം. എന്തുകൊണ്ട് ബാബു രാജിവെച്ചു, ബാബുവിനെതിരെ എന്തുകൊണ്ട് ആരോപണം വന്നു, ബാബു എന്താണ് ഈ പണം വാങ്ങിയാൽ ബാർ ഉടമകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണല്ലോ വേണ്ടിയത്. ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ബാർ ഉടമകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ബാബു ചെയ്തത് എന്താ? 14 ബീവറേജ് കോർപ്പറേഷൻ ആദ്യം തന്നെ പൂട്ടാൻ തീരുമാനിച്ചു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചു. ബാറിന്റെ പ്രവർത്തന സമയം 5.5 മണിക്കൂർ കുറച്ചു. അദ്ദേഹം മാത്രമല്ല, ബാറിന്റെ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം ത്രിതല പഞ്ചായത്തിന് കൈമാറി. മദ്യം കൈവശം വെക്കാനുള്ള അളവ് പകുതിയാക്കി കുറച്ചു. മദ്യം വാങ്ങുന്നവന്റെ പ്രായപരിധി 18 ഉള്ളത് 21 കൂട്ടി.
കേരളത്തിലെ മദ്യത്തിന്റെ വളർച്ചാ നിരക്ക് 17% ഉണ്ടായിരുന്നത് -8% കുറച്ചു. കേവലം 5 കൊല്ലം കൊണ്ട് മദ്യവർജനം പറയുന്ന സുനിൽ കുമാറിന്റെ ഗവൺമെന്റ് 5 കൊല്ലം കൊണ്ട് ചെലവഴിച്ചത് മദ്യവർജനം പറയാൻ 92 ലക്ഷം. ഞങ്ങൾ ചെലവഴിച്ചത് 12 കോടി. സുബോധം പദ്ധതി വേറെ. ഞങ്ങൾ അങ്ങനെ കേരള ചരിത്രത്തിൽ മദ്യത്തിനെതിരെ, ബാറിനെതിരെ, ബിജു രമേശിനെതിരെ, മദ്യമാഫിയക്കെതിരെ ആർജവത്തോടുകൂടി നടപടിയെടുത്ത ശ്രീ ബാബുവിനെ ഇന്ന് നിങ്ങളൊക്കെ കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി പുറത്താക്കി. നിങ്ങൾ എന്താ മദ്യനയം സുനിലെ? നിങ്ങളുടെ മദ്യനയം എന്താ? ഇതിന് മറുപടി ഞാൻ പറയാം. സിദ്ദിഖ്, ഈ 14 ഔട്ട്ലെറ്റുകൾ പൂട്ടിന്നുള്ള സത്യമാണ്. അതിൽ ഒരു ഔട്ട്ലെറ്റ് ഞാൻ പറയട്ടെ തോക്കിക്കയറി വെടിവെക്കില്ലേ സിദ്ദിഖ്? ഈ 14 ഔട്ട്ലെറ്റിൽ ഒരെണ്ണം ഞാൻ പറയാം. എനിക്ക് നേരിട്ട് അറിയാം. എന്റെ വീടിന്റെ അടുത്ത് അത്താണി എന്ന് പറയുന്ന സ്ഥലം. ഇല്ല സുനിലിനോടല്ല, ഞാൻ പറയാം. ഈ 14 ഔട്ട്ലെറ്റിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചിരി വന്ന് എന്റെ ചിരി അടക്കം പറ്റുന്നില്ല. വിവാഹത്തോടനുബന്ധിച്ച് ബാബുവിനെ ബലിശിക്കാൻ വേണ്ടി അത്താണിയും ചായക്കച്ചവടം പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ച ക്ഷമിക്ക്. അത്താണി അതല്ല, അത് അങ്കമാലിയിലാണ് സി ക്ലാസ് കട. അത് വേറെ. ഇത് അത്താണി എന്ന് പറഞ്ഞത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സ്ഥലമാണ്. സിദ്ദിഖിന് പോകുമ്പോൾ നോക്കാം. അവിടുത്തെ ബാബുവിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. അവിടെ 3 ബാർ നിലവിൽ എന്റെ വീടിന്റെ അടുത്താണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സ്ഥലമാണ് അത്താണി. അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ശർമ്മയായിരുന്നു ഞങ്ങളുടെ MLA. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങി. സാധാരണക്കാരായ പാവപ്പെട്ട കുടിയന്മാർക്ക് അവിടെ പോയി ദാഹം മാറ്റാനൊരു തണ്ണീർ പന്തൽ. അവിടെ നിലവിൽ 2 ബാറുണ്ട്. ഒന്ന് രാമകൃഷ്ണൻ്റെ ATH ബാർ, മറ്റൊന്ന് ഡയാന ബാർ. റോഡിന് അപ്പുറം ഇപ്പുറം. ഈ ബാറിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഔട്ട്ലെറ്റ് പൂട്ടി ആർക്കാ ലാഭം? മദ്യലഭ്യത എവിടെ കുറഞ്ഞേ? ബിവറേജിൽ കുറഞ്ഞു. എവിടെ കൂടിയത്? രാമകൃഷ്ണന്റെ ബാറിൽ കൂടി. രാമകൃഷ്ണന്റെ ബാറിലെ ലഭ്യത കൂടി. ജയശങ്കർ സാധാരണ പാവപ്പെട്ട കുടിയന്മാരെ അത്താണി ടൂറിസ്റ്റ് ഹോമിൽ പോയി കുടിക്കാൻ തുടങ്ങി. കഴിഞ്ഞില്ല. അതിന്റെ അപ്പുറത്ത് അതിന്റെ ഇല്ല കഴിഞ്ഞില്ല, പറയാൻ പോണുള്ളൂ. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 4 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയപ്പോ മന്ത്രി ബാബു മദ്യനയം പുതുക്കി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു ബാറിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള വേറൊരു ബാറിന് ലൈസൻസ് കൊടുക്കില്ല. ഇത് തറ ബാറാണ് രാമകൃഷ്ണന്റെ ബാർ. അതിൻ്റെ അടുത്ത് 4 സ്റ്റാർ വന്നപ്പോൾ ഇനി ഈ ബാറിൽ നിന്ന് നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ബാർ ലൈസൻസ് കൊടുക്കില്ല എന്ന് പറയും. ഈ 4 സ്റ്റാറുകാരുടെ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചു. 4 സ്റ്റാർ ബാർ തുടങ്ങിയപ്പോഴേ തറ ബാർ അടുത്തുള്ളതുകൊണ്ട് ഇതിന് ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നത്. ഇതിനാണ് കച്ചവടം, കളത്തരം, കൈക്കൂലി, ലോക തട്ടിപ്പ്. ഇതാണ് തട്ടിപ്പ്. ശ്രീ സിദ്ദിഖ്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അല്ലെങ്കിൽ തറ ബാറിന്റെ അടുത്ത് 4 സ്റ്റാർ വന്ന എങ്ങനെ മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞു? ജയശങ്കറിന്റെ സംസാരം കഴിഞ്ഞോ? താങ്കൾക്ക് പറയാം. കഴിഞ്ഞല്ലോ. ഒന്ന്, അത്താണിയല്ല കേരളം. ഒന്ന്, കേരളത്തിൽ യുഡിഎഫിനായിരിക്കുന്ന ബാറിന്റെ എണ്ണം 178 ബാറാ. അത്താണിയിൽ ഇപ്പറഞ്ഞിടത്ത് വിദേശ മദ്യം വിൽക്കുന്നുണ്ടോ ജയശങ്കർ? അത്താണിയിൽ ഇപ്പറഞ്ഞ രാമകൃഷ്ണന്റെ ബാറിൽ വിദേശ മദ്യം വിൽക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇയാൾ ഏത് കോത്താഴ്ത്തുകാരനാ? അല്ല, ഇപ്പോഴത്തെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ബാബുകാരനോടോ VM സുധീരൻ കാരനാണ് പൂട്ടിയത്. കേരളത്തിൽ എത്ര ബീവറേജസ് കോർപ്പറേഷൻ പൂട്ടി? എത്ര ബീവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടി? സുനിൽകുമാർ ജയശങ്കറിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോ കേരളത്തിൽ തുടങ്ങിയത് ഇടയ്ക്ക് കേരള ഞാൻ പറയുന്നത് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ ജയശങ്കർ പറയുമ്പോ ഞാൻ അതൊന്ന് ജനം ഒന്ന് കേൾക്കട്ടെ. കേരളത്തിൽ ഇന്നസെന്റ് മാമുക്കോയെ വാൾ വെച്ച് കീഴടങ്ങും. സിദ്ദിഖിന്റെ തമാശ കേട്ടിട്ട് അവരൊക്കെ ഈ പണി നിർത്തി പോവും. ജഗതി ശ്രീകുമാർ ആശുപത്രിയിലായത് ഭാഗ്യമായി. അല്ലെങ്കിൽ
സിദ്ദിഖിന്റെ എന്തൊക്കെ തമാശകളാണ് ഞാൻ ഈ വൈകുന്നേരം പറഞ്ഞത്. ജയശങ്കറിനത് മഹാഗൗരവമുള്ള കാര്യമാണ്. ഞാൻ പറയട്ടെ, പക്ഷേ പറയാൻ ഈ വിഷ്ണുനാഥ് പോലും ഇത്ര വലിയ തമാശ പറഞ്ഞ കേട്ടില്ല. സംസാരിക്കുന്ന ഈ പണി നിർത്തിയാൽ ഞാൻ സംസാരിക്കാം. അസാമാന്യമായ നർമ്മബോധമുള്ള നമുക്ക് ആ തർക്കം അവസാനിപ്പിക്കാം. ഒരു നിമിഷം. ശ്രീ എലഗൻസ് ബിനോയ്, ബാർ ഉടമ, ടെലിഫോൺ ലൈനിൽ. ശ്രീ ബിനോയ്, സമയം നൽകാം. താങ്കൾക്കും അവസരം തരാം. ശ്രീ ബിനോയ്, കെ ബാബു രാജിവെക്കേണ്ട ഒരു മന്ത്രിയാണോ? നിങ്ങൾക്ക് ബാർ പൂട്ടിയതുമായി ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങളടക്കമുള്ള ആളുകൾ ബന്ധപ്പെടുന്ന ആളാണല്ലോ. കെ ബാബു സംസ്ഥാനത്ത് രാജിവെക്കേണ്ട ഒരു മന്ത്രിയാണോ? അല്ല, സിദ്ദിഖ് അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുന്നു കേട്ടോ. മരണ വീട് പോലെ ഇരുന്ന് നിലവിളിക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ നേതാവും രാജിവെച്ച ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാം ഇപ്പൊ റൂം അടച്ചിട്ട് കിടന്ന് കരയുക, നൊരോളിക്കുക. ഇതേ തുടരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ ആവശ്യമില്ലാതെ ഈ വികലമായ പോളിസി ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിച്ചത് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നോർത്ത് ബിനോയ് ഒരു നിലവിളിയല്ല. കേരളത്തിലെ ബിനോയ് അടക്കമുള്ള മദ്യ മാഫിയ എത്ര നിലവിളിച്ചാലും ഞങ്ങൾ അതിനോട് നിങ്ങൾക്കെതിരായി പോരാടും. ഞങ്ങൾ മദ്യലോബിയല്ല, ആളുകൾക്ക് മദ്യം കൊടുക്കുന്നവരല്ല, പിന്തുണയ്ക്കുന്നവരല്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ മുട്ടുമടക്കില്ല. രാജി താൽക്കാലികമാണ്. ഞങ്ങൾ കരയില്ല, ഞങ്ങൾ ആർജവത്തോടു കൂടി നിൽക്കും. നിങ്ങളെ പോലെയുള്ള ബിനോയിയെ പോലെയുള്ള ബിജു രമേശിനെ പോലെയുള്ള മദ്യ മുതലാളിമാർക്ക് മുമ്പിൽ ആർജവത്തോടു കൂടി നിൽക്കും. അതാണ്. ഒരു നിമിഷം ശ്രീ വി എസ് സുനിൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ അടച്ച ബാറുകളൊക്കെ നിങ്ങൾ വന്നാൽ തുറക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓഫറിന്റെ പുറത്താണ് ഈ ആരോപണം എന്ന വിമർശനം കെ ബാബു ഉന്നയിക്കുന്നു. അങ്ങനെയാണ് ഗൂഢാലോചന സിദ്ധാന്തം വരുന്നത്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയാകുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. അദ്ദേഹം കലാകൗമുദിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ ബാർ പാവപ്പെട്ട ആളുകളൊക്കെ സ്വർണം പണയം വെച്ചും സ്ഥലം വിറ്റുമൊക്കെ ബാർ തുടങ്ങി, ഇപ്പോൾ അവർക്ക് കച്ചവടമില്ല, വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് അവർ എന്നൊക്കെയാണ്. നിങ്ങളുടെ പോളിസി എന്താണെന്ന് പറയൂ. ഭരണം കിട്ടിയിട്ടില്ല, പോളിസി ഉണ്ടാവുള്ളൂ. അഭിലാഷേ, ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ബാർ തുറക്കുമെന്ന് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. CPI ഈ ഗവൺമെന്റിൽ ഇരിക്കുമ്പോൾ ബാർ തുറക്കാൻ വേണ്ടി പിന്തുണയ്ക്കണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി തന്നെ തീരുമാനിക്കുള്ളൂ. നിങ്ങൾ കെ ബാബു അല്ല, ഞാൻ പറയട്ടെ, സിദ്ദിഖ് ഇടയിൽ കയറി സംസാരിക്കില്ലേ? അല്ല, സിദ്ദിഖ് ഇടയിൽ കയറി ഞാൻ സിദ്ദിഖ് വ്യക്തമാക്കി തരാം. നിങ്ങൾ ഈ ബാർ പൂട്ടിയത് സിദ്ദിഖ്, നിങ്ങൾ ഈ ബാർ പൂട്ടിയത് നിങ്ങൾ കുറെ കാലം ആലോചിച്ചുറച്ച് ഈ ബാറെല്ലാം അടച്ച് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടി വളരെ ആലോചിച്ചുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണോ നിങ്ങൾ ഈ ബാർ അടച്ചത്? ഒരു സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള അഭ്യാസവും അതിനെ തുടർന്ന് കൈക്കൂലി കേസുണ്ടായി 2 മന്ത്രിമാര് രാജിവെക്കേണ്ടി വന്നതും നിങ്ങൾക്ക് വ്യക്തമായൊരു നയമില്ലാത്തതുകൊണ്ടല്ലേ? ഇപ്പൊ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാം. ഈ എലഗൻ ബിനോയും ബിജു രമേശ് ഒഴികെയുള്ള എല്ലാ ആളുകളും മിണ്ടാതിരിക്കുന്ന കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ അവരുമായി നടത്തിയ ഗൂഢാലോചനയാണ്. ഈ കെ ബാബു ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് അടുത്ത ഗവൺമെന്റ് ഞങ്ങൾ തന്നെയാണെങ്കിൽ ഞങ്ങൾ ബാർ തുറന്നു വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായാൽ ഞങ്ങൾ ബാർ തുറന്നു വരാം എന്ന് നിങ്ങൾ ഗൂഢാലോചന നടത്തി. പണ്ട് ഈ കഴുത അല്ല ഈ കരുവാന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കഴുതയും നായും തമ്മിൽ കഥ പറഞ്ഞ പോലെയാണ്. ഈ പറയുന്ന കരുവാന്റെ മകളെ ഞാൻ കെട്ടിച്ചു തരാം, എപ്പോഴെങ്കിലും ഈ കഴുതയെ കൊണ്ട് കെട്ടിക്കുമെന്ന് കള്ളു കുടിച്ചു വരുന്ന കരുവാൻ പറയുമ്പോ അത് കേട്ട് കഴുത എപ്പോഴെങ്കിലും എന്റെ മകളെ കെട്ടിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഈ ബാർ ഉടമസ്ഥന്മാർ കെ ബാബു ഉമ്മൻചാണ്ടിയും പറയുന്നത് കേട്ട് സുപ്രീം കോടതി വിധി വന്നാൽ ഞങ്ങൾ ശരിയാക്കി തരാം. ഇപ്പൊ പറയുന്നത് എന്താ? സുപ്രീം കോടതി വിധി ബാറുകാർക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഉമ്മൻചാണ്ടിയും കെ ബാബുവും. എന്നാൽ അതിനെതിരായി നിന്നവരാണ് ഉമ്മൻചാണ്ടി, VM സുധീരനും TM പ്രതാപനും ഒക്കെ. അപ്പൊ എന്തിനാണ് ഈ കെ ബാബുവിനെയും ഉമ്മൻചാണ്ടിയെ വെറും ജയിലിലേക്ക് അയക്കുന്നത്? ശ്രീ ടി സിദ്ദിഖ്, ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കെ ബാബു രാജിവെച്ചു, ഒരു ഗൂഢാലോചന തിയറി മുന്നോട്ട് വെച്ചു. ഇതുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിച്ചോ? ശ്രീ സിദ്ദിഖ്, ഹലോ, കേൾക്കാമോ?
ഇല്ല, കേട്ടില്ല. ഞാൻ ചോദിച്ചത് ഇനി എന്താണ് ഈ ആരോപണത്തിൽ എന്നുള്ളതാണ്. എന്താ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ഇന്നിപ്പോൾ മന്ത്രി ബാബുവിന്റെ രാജി, ഒപ്പം ഈ ഗൂഢാലോചന സിദ്ധാന്തം, ഇതോടുകൂടി കാര്യങ്ങളൊക്കെ അവസാനിച്ചോ? തീർച്ചയായും ഇനിയും കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. കെ മാണിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അവിടെ ഇല്ലിക്കാടിന്റെ കോടതിയിൽ തീരുമാനം വരുന്നുണ്ട്. ഒരിക്കലും ഇത് അവസാനിക്കുകയില്ലല്ലോ. പാൻഡോരയുടെ പെട്ടി തുറന്നതുപോലെ ഇങ്ങനെ UDF പുറകെ നടന്ന് വേട്ടയാടുകയാണ്. എന്ത് ചെയ്യാനാണ് ഇനി പ്ലാൻ? ഇതിൽ ഞാൻ ആ ആരോപണത്തിനുള്ള, ആ വിഷയത്തിനുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ്, കേരളത്തിൽ സുനിൽകുമാറിന്റെയും അതുപോലെ ജയശങ്കർ പിന്തുണയ്ക്കുന്ന സംവിധാനത്തിന്റെയും ഗവൺമെന്റ് ഭരിച്ചപ്പോൾ കേരളത്തിൽ 152 ബാറാണ് സുനിലെ നിങ്ങൾ തുറന്നത്. ഞങ്ങൾ അത്താണിയിലുള്ള ബാർ അടക്കമുള്ള എല്ലാ ബാറിലെയും വിദേശമദ്യ വിൽപ്പന കേന്ദ്രം കേരളത്തിൽ 178 വിദേശമദ്യ ബാറുകൾ കേരളത്തിൽ പൂട്ടിയ ഗവൺമെന്റാണ് ഞങ്ങൾ. അതിന് ഇച്ഛാശക്തി കാണിച്ച മന്ത്രിയാണ് കെ ബാബു. ഞങ്ങൾ 72 ബീവറേജസ് ഔട്ട്ലെറ്റും പൂട്ടി. അത്താണിയിലെ കാര്യം എനിക്കറിയില്ല, പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ശ്രീ ജയശങ്കർ ഒരു കാര്യം ആലോചിക്കുക. കോഴിക്കോട് മദ്യനിരോധന സമിതി നിങ്ങൾ ഭരിക്കുമ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ടൂളിയിലെ ബാറ് പൂട്ടി. കോഴിക്കോട് നഗരഹൃദയത്തിലെ ഏറ്റവും വലിയ സെയിൽസ് ഉണ്ടായിരുന്നതായ സമാനമായിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റോഡിലുള്ളതായിരിക്കുന്ന ഒരു ബാർ ഹോട്ടലും സമീപത്തില്ലാത്തതായിരിക്കുന്ന ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടി. കോഴിക്കോടുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെ ഒരു പരാതി ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഞാൻ കേൾക്കുന്നത്. ഇതുവരെ ഒരു ചർച്ചയിൽ ഈ പരാതി കേട്ടില്ല. മാത്രമല്ല 2024 സമ്പൂർണ്ണ മദ്യരഹിത കേരളം എന്നുള്ളതായിരിക്കുന്ന സ്വപ്നത്തിലേക്കുള്ള ഓരോ ചുവടുവെപ്പ് കൃത്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മന്ത്രിയാണ് കെ ബാബു. കെ ബാബുവിനെതിരെയാണ് ഇപ്പൊ ബിജു രമേശാണല്ലോ ഒരു വർഷം കൊണ്ടുപോയത് 15 കോടിയാ. കെ ബാബുവിന് രാജിവെക്കേണ്ടി വരുമ്പോൾ അതിന്റെ അർത്ഥം ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് വരികയാണ് എന്നാണോ? ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഈ കെ ബാബു അദ്ദേഹം ഇപ്പൊ കോടതിയിൽ നിയമത്തിന് മുമ്പിൽ ഒരു പ്രിസംഷൻ ഉണ്ട്. അത് പ്രിയ സ്നേഹിതറിയാ. അതുപോലെ ഒരു നിമിഷം നിയമസഭാ സാമാജികനാണ്. ശ്രീ ബിനോയോടാണ് ചോദ്യം. അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, സാങ്കേതികമായ തകരാറുകളുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, മദ്യനയം എന്നുള്ളത് ഈ UDF സർക്കാരിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 96-ൽ ചാരായം നിരോധിച്ച AK ആന്റണിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചതുപോലെ ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വോട്ട് ചോദിക്കേണ്ടതാണ്. സുപ്രീം കോടതിയിൽ പോയി കപിൽ സിബലിനെ കൊണ്ട് വാദിച്ച കേസ് ജയിച്ചു. കേരളത്തിൽ ഒരു ബാറും ഇപ്പോഴില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കണമല്ലോ. ഇവിടെ കെ ബാബു രാജിവെക്കുന്നു അല്ലെങ്കിൽ KM മാണി രാജിവെക്കുന്നു എന്നുള്ളത് കൊണ്ട് മദ്യനയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. മദ്യനയം അവർ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ ബാറും പൂട്ടിക്കും എന്നൊരു വാഗ്ദാനം കൊടുക്കുകയും പണ്ട് രാമറാവു ആന്ധ്രയിൽ ചെയ്ത പോലെ, ആന്ധ്രയിൽ രാമറാവു സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ചീഫ് സെക്രട്ടറി ഒരു ഫയലായിട്ട് വരികയാണ്. അദ്ദേഹം അതിൽ ഒപ്പിടുന്നു. എന്നിട്ട് ആ ഫയലിലുള്ള ഇത് വായിക്കുന്നു, ഉത്തരവ് വായിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ എല്ലാ ചാരായ ഷാപ്പുകളും പൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ അതാണ് ചെയ്തിട്ടുള്ളത് ബീഹാറിൽ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ രാമറാവു പ്രഖ്യാപിച്ച ചാരായ നിരോധനം അദ്ദേഹം തന്നെ പിൻവലിച്ചു പിന്നീട്. കാരണം വെച്ചാൽ വ്യാജമദ്യം വളരെ വ്യാപകമായി. ഈ ചാരായം നിരോധിച്ചുകൊണ്ട് ആളുകൾ കുടി നിർത്തുമല്ലോ. സിദ്ദിഖ് പറഞ്ഞ പോലെ 2024 കേരളത്തിലെ എല്ലാ കുടിയന്മാരും കുടി നിർത്തി കേരളത്തിൽ വിദേശ മദ്യത്തിന് പകരം ആൾക്കാർ ജീരകവെള്ളം കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോരും വെള്ളം കുടിക്കുകയാണെങ്കിൽ, കരിക്കും വെള്ളം കുടിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നതാണ്. ഖദറിട്ട് TV ചർച്ചയ്ക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പ്രശ്നം എന്താ, ആരും കുടി നിർത്തുന്നില്ല. അവിടെയല്ലേ പ്രശ്നം. അതിന് നിൽക്കട്ടെ. കൂടി നിർത്തുന്നില്ലെങ്കിലും ഇപ്പോൾ സത്യത്തിൽ ഒരു വിധത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കും. കാരണം വെച്ചാൽ പഴയ പോലെ കത്തിക്കുത്ത് കേസുകൾ ഉണ്ടാകുന്നില്ല. കുത്തുകേസുകൾ കുറഞ്ഞിട്ടുണ്ട് ഈ ബാർ പൂട്ടിയ പിന്നെ. കുടി നിർത്തിയിട്ടില്ല, കാരണം ആൾക്കാർ വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കാൻ. പിന്നെ റോഡ് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ നല്ലതാണ്. ഞാൻ ഇതിൻ്റെ നല്ല വശത്തെ അംഗീകരിക്കുന്ന ആൾ, എനിക്കൊരു വിരോധമില്ല. ബാർ പൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബാർ പൂട്ടിയിട്ട് ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ കൂടുതൽ തുറക്കണം. കാരണം മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു പോരുന്നത്, ആൾക്കാർക്ക് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. കാരണം ഈ ബാറുകാരുടെ കൊള്ളലാഭം തീരണം. ശരി, ശ്രീ ബിനോയ്, ഇവിടെ ബാബു രാജിവെക്കുമ്പോൾ ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് വരികയാണോ? ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കെ ബാബു ഇന്നിപ്പം കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. അപ്പൊ വരും ദിവസങ്ങളിൽ ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരുടെയും നേരിലുള്ള കൂടുതൽ തെരുവുകൾ മുമ്പിൽ
ജനത്തിന്റെ മുമ്പിൽ നിരത്തും എന്നുള്ള ഒറ്റ പ്രതീക്ഷയാണ് നമുക്ക്. അല്ല, അതിൽ വളരെ സ്പെസിഫിക് ആയി അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഒരു ബാർ ലൈസൻസിന് 25 ലക്ഷം എന്നുള്ള രീതിയിലായിരുന്നു കെ ബാബു കോഴ വാങ്ങിയിരുന്നത്. അതിന് ബിനോയെ ഏജന്റായി വെക്കുകയായിരുന്നു. അതായത് ബാർ ലൈസൻസ് വേണ്ട ആളുകൾ ബിനോയ്ക്ക് 25 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും ശരിയാണോ? അതൊക്കെ ഇപ്പം ബിജു രമേശ് ഓരോന്ന് പറയുന്നതിന് കൃത്യമായ മറുപടി ഒന്നും എനിക്ക് പറയണമെന്നില്ല. കാരണം അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല. അല്ല, താങ്കളല്ലേ പറഞ്ഞ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വരികയാണ്. അങ്ങനെയല്ല, കെ ബാബുവിനെ പിക്ചറിൽ പോയല്ലോ. കെ ബാബു എന്ന് പറഞ്ഞ ആള് ഇപ്പൊ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പൊ ശവത്തെ കുത്തുന്ന ഒരു കാര്യമില്ലല്ലോ. അത് മാറ്റി നിർത്ത്. ഇനി ബാക്കി ബിജു രമേശ് ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും കാതലായ ആരോപണം അദ്ദേഹം എന്ന എക്സൈസ് മന്ത്രി വലിയ തോതിൽ പിരിവ് നടത്തുന്നു എന്നുള്ളതാണല്ലോ. 25 ലക്ഷം രൂപ ഒരു ബാർ ലൈസൻസിന് ബിനോയെ ഉപയോഗിച്ച് വാങ്ങുന്നു. 15 ലക്ഷം രൂപ ഒരു ബിയർ വൈൻ പാർലറിന് ബിനോയെ ഉപയോഗിച്ച് വാങ്ങുന്നു. ഇങ്ങനെ അദ്ദേഹം കൊടുത്തിട്ടുള്ള എല്ലാ ബിയർ ആൻഡ് വൈൻ പാർലറിനും എല്ലാ ബാറിനും ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണത്തിന് ഏറ്റവും കാതൽ. ഇത് മജിസ്ട്രേറ്റിന് മുൻപാകെ കൊടുത്തിട്ടുള്ള മൊഴിയാണ് 164 സ്റ്റേറ്റ്മെന്റ്. താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ശരിയാണെന്നുള്ള കാര്യം താങ്കൾ സമ്മതിക്കുകയാണോ? ഇല്ല, അതിന്റെ കാര്യങ്ങൾ പറയട്ടെ, അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ബാക്കിയുള്ള മുതിരെയുള്ള കാര്യങ്ങൾ പറയാം. സിദ്ദിഖ് അവിടെ നിന്ന് ഒരു കോരം പ്രവേശിക്കുന്നത് കേട്ടില്ലേ? ഇത് ഓരോ സ്ഥലത്തും കാലാകാലങ്ങളിലുള്ള ജനങ്ങളുടെ വോട്ട് തട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന പോളിസിയാണ്. അത് ഇവിടെയാണേലും ബീഹാറിലാണേലും നിതീഷ് കുമാർ ചെയ്താണെങ്കിലും. ശരി, പോളിസിയോടാണ് താങ്കൾക്ക് വിഷമം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പക്ഷേ താങ്കൾ വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല. ബാർ കോഴയിൽ 2ാം വിക്കറ്റും വീണിരിക്കുന്നു. മന്ത്രി കെ ബാബു രാജിവെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി കെ ബാബു രാജിവെച്ച് പുറത്തു പോകുന്നത്. ആ സാഹചര്യത്തിലായിരുന്നു ഈ ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബിജു രമേശ്, ശ്രീ ടി സിദ്ദിഖ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ വി എസ് സുനിൽകുമാർ MLA, ശ്രീ എലഗൻസ് ബിനോയ്. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.